സീരീസ് ലോകത്ത് നിങ്ങളൊരു തുടക്കക്കാരനാണോ? അല്ലെങ്കിൽ ഒരുപാട് എപ്പിസോഡുള്ള സീരീസൊക്കെ എങ്ങനെ കണ്ടു തീർക്കുമെന്ന് കരുതി സീരീസ് കാണുന്നത് തന്നെ ഉപേക്ഷിക്കാൻ നിൽക്കുന്ന ആളാണോ? അതല്ല സീരീസുകളെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളാണോ? എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സീരീസ് എന്നാൽ നമ്മൾ സാധാരണ ടി വിയിൽ കാണുന്ന കണ്ണീര് സീരിയലുകളല്ല. സിനിമയെ വെല്ലുന്ന കണ്ടന്റ് മേക്കിംഗ് ഉള്ള കിടിലൻ അനുഭവങ്ങളാണ്. സീരീസുകൾ ഒരു കഥയെ പല എപ്പിസോഡുകളാക്കി തിരിച്ച് അവയെ പല സീസണായി തിരിച്ച് ഒരു വർഷം ഒരു സീസൺ എന്ന നിലയ്ക്കാണ് സാധാരണ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിന് വേണ്ടി ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. സാധാരണക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി തോന്നാം. അത്തരക്കാർക്ക് ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ ആദ്യ സ്റ്റെപ്പ് എന്നോണം കാണാൻ പറ്റിയ 5 സീരീസുകളുടെ ലിസ്റ്റാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു സിനിമ കാണുന്ന പോലെ കാണാൻ കഴിയും, എന്നാൽ ഒരു സീരീസ് എന്താണെന്ന് അനുഭവിക്കാനും കഴിയും ഇവ കണ്ടാൽ. ഞാൻ പറയുന്ന സീരീസ് ഒരു പ്രത്യേക ഓർഡറിലല്ല പറയുന്നത്. സോ അവസാനം പറയുന്നതാണ് ബെസ്റ്റ് എന്ന അർത്ഥമില്ല. 5 ജോൺറയിലുള്ളവയാണ്. ഏതാണ് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് അത് കാണുക. ഈ ലിസ്റ്റിലെ ആദ്യത്തെ സീരീസാണ് ഷെർലോക്ക്. സർ ആർതർ കൊനാൻ ഡോയലിൻ്റെ വളരെ ഫേമസ് ആയ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഷെർലോക്ക് ഹോംസിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായ ഡോക്ടർ വാട്സനെയും കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഷെർലോക്ക് ഹോംസിൻ്റെ കഥ പറയുന്ന സീരീസാണ് ഷെർലോക്ക്. എന്നാൽ ഇത് ഡോയൽ എഴുതിയ പോലെ 1800-ൽ നടക്കുന്ന കഥയല്ല, മറിച്ച് 2010-കളിലാണ് കഥ നടക്കുന്നത്. പക്ഷേ ഷെർലോക്ക് ഹോംസും ഡോക്ടർ വാട്സും എല്ലാം സെയിം ക്യാരക്ടറൈസേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോയലിൻ്റെ പഴയ കഥകളിലെ പുതിയ ലോകത്തേക്ക് നല്ല കിടലിനായി തന്നെ പറിച്ചു നട്ടിട്ടുണ്ട്. ബെനഡിക്ട് കംബർബാച്ചാണ് ഇതിൽ ഷെർലോക്ക് ഹോംസായി വേഷമിട്ടിരിക്കുന്നത്. ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലാണ് ഇതിൽ. സോ ത്രില്ലർ ക്രൈം ഇഷ്ടമുള്ളവർ നിർബന്ധമായും കാണേണ്ട സീരീസ് തന്നെയാണിത്. ആദ്യ സീസണിൽ ആകെ 3 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ 14 എപ്പിസോഡുകൾ. എളുപ്പം കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസാണിത്. സീരീസ് കാണുന്നവർ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ ത്രില്ലർ. ഈ ലിസ്റ്റിലെ അടുത്ത സീരീസാണ് ബ്ലാക്ക് മിറർ. നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഒറിജിനൽ സീരീസാണ് ബ്ലാക്ക് മിറർ. ഇതൊരു ആന്തോളജി സീരീസാണ്. അതായത് ഓരോ എപ്പിസോഡും വേറെ വേറെ കഥയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് എപ്പിസോഡ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കാണാം, ഇഷ്ടമില്ലാത്തത് സ്കിപ്പ് ചെയ്യാം. എന്നാൽ ഇതിൻ്റെ മെയിൻ കണ്ടന്റിലേക്ക് വന്നാൽ എല്ലാം ഒരു പ്രധാന തീമാണ് ചർച്ച ചെയ്യുന്നത്. ടെക്നോളജിയുടെ വളർച്ച എങ്ങനെ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കുന്നു എന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് ഈ സീരീസ്. ഇതിൽ നോസ് ഡേവ് എന്ന എപ്പിസോഡൊക്കെ സോഷ്യൽ മീഡിയ എങ്ങനെ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കുമെന്ന് വ്യക്തമായി കാണിച്ചു തരുന്നു. സൈഫയും മിസ്റ്ററിയും എല്ലാം കലർന്ന എപ്പിസോഡുകളാണ് ഇതിൽ. ആദ്യ സീസണിൽ 3 എപ്പിസോഡുകളാണുള്ളത്. ഓർഡർ ഇല്ലാതെ കാണാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സീരീസുകളൊന്നാണിത്. എന്നാൽ ഇതൊരു അണ്ടർ റേറ്റഡ് സീരീസ് കൂടിയാണ്. ഇത് അർഹിക്കുന്ന പ്രേക്ഷക ശ്രദ്ധ ഇതിന് ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ സീരീസിലെ എൻ്റെ ഫേവറേറ്റ് എപ്പിസോഡുകൾ ദ എൻ്റയർ ഹിസ്റ്ററി ഓഫ് യു, വൈറ്റ് ക്രിസ്മസ്, നോസ് ഡേവ് എന്നിവയാണ്. ഈ ലിസ്റ്റിലെ 3ാമത്തെ സീരീസാണ് ആൻഡ് ദെൻ ദേർ വർ നൺ. ഒരു ദ്വീപിലെ മാൻഷനിൽ താമസിക്കാൻ ക്ഷണം കിട്ടി 10 അപരിചിതർ അവിടേക്ക് വരുന്നു. എന്നാൽ തങ്ങൾ എന്തിനാണ് വന്നതെന്ന് ഈ 10 പേർക്കും അറിയില്ല. ദ്വീപിലെത്തിയ ഇവർ തങ്ങളെ ക്ഷണിച്ച ആളെ കാണാൻ കാത്തിരുന്നു. എന്നാൽ അവർ ഓരോരുത്തരായി മരണപ്പെട്ടുകൊണ്ടിരുന്നു. ആരാണ് കൊലയാളി? ഈ കൂട്ടത്തിൽ തന്നെയുള്ള ആളാണെന്ന് ഉറപ്പ്. പരസ്പരം വിശ്വസിക്കാനും വയ്യ. ഇതാണ് അഗത ക്രിസ്റ്റിയുടെ ബെസ്റ്റ് സെല്ലിംഗ് നോവലായ ആൻഡ് ദെൻ ദേർ വർ നണ്ണിൻ്റെ കഥാപശ്ചാത്തലം. വെറും 3 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു മിനി സീരീസാണിത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ കാണുന്നത് പോലെ കണ്ടു തീർക്കാൻ പറ്റും. ബുക്കിനോട് 100% നീതി പുലർത്തി തന്നെയാണ് സീരീസ് ഒരുക്കിയിട്ടുള്ളത്. മേക്കിംഗ് ക്വാളിറ്റിയും ഉഗ്രനാണ്. ക്രൈം മിസ്റ്ററി ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സീരീസാണിത്. ഈ ലിസ്റ്റിലെ അടുത്ത സീരീസാണ് ഷെർണോബിൽ. മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരമായ ന്യൂക്ലിയർ ഡിസാസ്റ്ററാണ് 1986-ലെ ഷെർണോബിൽ എന്ന സ്ഥലത്തെ ന്യൂക്ലിയർ റിയാക്ടറിൽ സംഭവിച്ചത്. ആ അപകടവും അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ഷെർണോബിൽ എന്ന ഹിസ്റ്റോറിക്കൽ ഡ്രാമ സീരീസിൽ പറയുന്നത്. ഈ അപകടത്തിൻ്റെ തീവ്രത അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ അവതരിപ്പിക്കാൻ ഈ HBO മിനി സീരീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിലീസായ ഉടനെ തന്നെ ഇത് IMDb TV റേറ്റിംഗിൽ ടോപ്പ് 5 ആവാൻ കഴിഞ്ഞു. ഇത് കാണുമ്പോൾ നമ്മൾ 1986 ഇത് നേരിൽ കാണുന്ന ഫീൽ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയുടെ കരുത്ത്. സീരീസ് ചരിത്രത്തിലെ ഏടുകളിൽ ഷെർണോബിൽ ഒരു നാഴികക്കല്ലായി നിലനിൽക്കും. ഓരോരുത്തരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട സീരീസാണിത്. ഇത് അനുഭവിച്ച് തന്നെ അറിയുക. വെറും 5 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു മിനി സീരീസാണിത്. ഈ ലിസ്റ്റിലെ 5ാമത്തെ സീരീസാണ് എൻഡ് ഓഫ് ദി ഫക്കിംഗ് വേൾഡ്. ഈ ലിസ്റ്റിലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് എൻഡ് ഓഫ് ദി ഫക്കിംഗ് വേൾഡ്. ഇതൊരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സീരീസാണ്. ജെയിംസ് എന്ന ടീനേജർ സ്വയം വിശ്വസിക്കുന്നത് താനൊരു സൈക്കോപാത്ത് ആണെന്നാണ്. അതുപോലെ തന്നെ ബോറിംഗ് ലൈഫിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ടീനേജ് ഗേളാണ് അലീസ. ചെറുപ്പം മുതലേ മൃഗങ്ങളെ കൊന്ന് ശീലിച്ച് ജെയിംസ് അടുത്തൊരു മനുഷ്യനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. കണ്ണിൽ കണ്ടത് അലീസയെ. അലീസ തൻ്റെ അമ്മയെയും 2ാം അച്ഛനെയും വിട്ട് സ്വന്തം അച്ഛനെ കാണാൻ പോകാൻ കൂട്ടിന് ജെയിംസിനെയും കൂട്ടുന്നു. ഇവരുടെ യാത്രയുടെ കഥ പറയുന്ന സീരീസാണ് എൻഡ് ഓഫ് ദി ഫക്കിംഗ് വേൾഡ്. പേര് പോലെയല്ല, ഇതിൽ അശ്ലീല രംഗങ്ങൾ ഒന്നുമില്ല. ഇതൊരു ബ്ലാക്ക് ഹ്യൂമർ ജോൺറയിലുള്ള സീരീസാണ്. 18 മിനിറ്റ് ഡ്യൂറേഷനുള്ള 16 എപ്പിസോഡുകളാണുള്ളത്. സോ 3 മണിക്കൂർ ഒരു സീസണ് കണ്ടു തീർക്കാൻ പറ്റും. നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പോപ്പുലറായ സീരീസുകളിൽ ഒന്നാണിത്. 2 എക്സെൻട്രിക്കായ ആളുകളുടെ കഥ പറയുന്നത് കൊണ്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സീരീസാണിത്. സ്റ്റോറിയിലെയും മേക്കിങ്ങിലെയും ഫ്രഷ്നെസ്സാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഡോണ്ട് മിസ് ദിസ്.